സുഹൃത്തെ, നിങ്ങൾ ജവഹർ തിയേറ്റർ, ഇപ്പൊ സിനിമാ തിയേറ്ററിൽ നിങ്ങൾ എന്തു വേണമെന്ന് നടത്തിക്കോ, എനിക്ക് യാതൊരു എതിർപ്പുമില്ല. വികസനത്തിന് ഞാൻ തടസ്സമല്ല. പക്ഷെ തക്കാളിപ്പെട്ടിക്കാണ് ഗോദാജിനെ പൂട്ട് വെക്കുന്നത്, അതും മറക്കണ്ട. സുഹൃത്തെ, ആ തിയേറ്റർ പൊളിക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ എന്ത് സംരംഭങ്ങളോ എന്തും ചെയ്തോട്ടെ. പക്ഷെ ഞാൻ ഒരു പൗരൻ എന്ന രീതിയിൽ ജനങ്ങൾക്ക് ഭീഷണി ഇല്ല, അത് കുഴപ്പമില്ല എന്ന് തെളിയിക്കാൻ ഞാൻ ഒറ്റ വാക്ക് പറയുള്ളൂ. ആ തിയേറ്ററിന്റെ ബലക്ഷയം പരിശോധിക്കുക. നിയമപരമായിട്ട് ആ ബിൽഡിങ്ങിന്റെ ബലക്ഷയം പരിശോധിച്ചിട്ട് അതിന് കംപ്ലൈന്റുകൾ ഇല്ല, അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മളൊന്നും പറയാനില്ല. ഹായ് ചങ്കുകളെ, നമ്മൊരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാല്, ഫോട്ടോ ഇട്ട് കഴിഞ്ഞാല് അപ്പൊ കുറച്ച് കമന്റുകൾ വരും. ജവഹർ തിയേറ്റർ പൊളിച്ചാ, എന്തായി, പൊളിച്ചു കഴിഞ്ഞോ? ഈ കമന്റ് ഇടുന്നവർക്ക് യഥാർത്ഥത്തിൽ എന്തില്ല, സ്വന്തം മുഖമില്ല എന്നുള്ളതാണ്. ഫേക്ക് ഐഡിയകളാണ്. ഫേക്ക് ഐഡിയ ആയാലും അതിലൊരാളാണല്ലോ എന്നുള്ളത് ഞാൻ മാത്രം മറുപടി പറയാണ്. പ്രിയ സുഹൃത്തെ, ഞാനതിന്റെ പുറകിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ 250-350 വർഷങ്ങളുള്ള ബിൽഡിങ്ങുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് 70 വർഷം പഴക്കം മാത്രമുള്ള ഈ തിയേറ്റർ അവിടുന്ന് പൊളിക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാല്, പണ്ടത്തെ കാലത്ത് തിയേറ്റർ അല്ല, ടാക്കീസാണ്. മേലെ ഓല കെട്ടാൻ വേണ്ടിയിട്ട് മാത്രം 4 സൈഡ് ചെമര് കെട്ടി വെച്ചിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് അന്ന് ടാക്കീസ്. അതിനുശേഷമാണ് അതിന്റെ മേലെ ഷീറ്റ് അടിച്ചിട്ട് ആസ്പെറ്റോസ് വിരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ തിയേറ്ററിന് ഒരു അടിത്തറ എന്ന് പറയുന്ന സംഭവമില്ല. അടിത്തറ ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ തിയേറ്റർ നിർത്തി, അതുപോലെ മുമ്പ് ഒരു തിയേറ്റർ നടത്താൻ വേണ്ടി ഒരു പാവപ്പെട്ട ഒരു വ്യക്തി അവിടെ വന്നു. ആ ബെൻസ് കാറിൽ വന്നിട്ട് നടത്താൻ പറ്റാതെ ഉള്ള സമ്പാദ്യം മുഴുവൻ ആ തിയേറ്ററിൽ ഇറക്കിയിട്ട് അവസാനം ചെരുപ്പ് പോലും ഇല്ലാണ്ടാണ് ആ വ്യക്തി ആ തിയേറ്ററിൽ ഇറങ്ങിപ്പോയത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല്, ഇത് ജനങ്ങൾക്ക് അപകടമാകുന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് പറയുകയും ചെയ്യും. നമുക്ക് യാതൊരു ഭയമില്ല, ഒരു പേടിയില്ല. കാരണം അതിന്റെ തൊട്ട് ബാക്കിൽ ഞങ്ങളും താമസിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ വന്നാൽ ശക്തമായ മഴ, വെയിൽ വന്നാൽ ശക്തമായ വെയിലാണ്. ഭൂമി ഉണ്ടായ കാലത്തുള്ള പാറക്കെട്ട് വരെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കാലഘട്ടത്തിൽ ഈ ഒരു തിയേറ്ററിൽ ഇപ്പൊ വലിയൊരു സംരംഭം വരാൻ പോകുന്നത് ഞാൻ അറിഞ്ഞുള്ളത്. കാരണം ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറയുന്ന ഒരു സംരംഭം മഴ വരികയാണ്. ബലക്ഷയം നടത്താം. അതുപോലെ ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ബലക്ഷയം നടത്തിയതിനു ശേഷം മാത്രം കാലറ്റ് മുന്നോട്ട് പൊക്കോ. അതല്ലാത്തോടത്തോളം കാലം എന്ത് പ്രതിസന്ധികൾ തടഞ്ഞു ചെയ്തിട്ടായാലും അവിടെ ഇപ്പൊ സ്ഥാപനം വന്നാലും ശരി വന്നാലും ശരി ഇതിന്റെ പുറകെ നമ്മ പോകില്ല. കാരണം എന്റെ നാട്ടുകാർക്ക് ഒരു അപകടം വരുന്നെന്ന് പറയുമ്പോ അത് ചിരിക്കലല്ല നമ്മളെ പണി. കാരണം ആ തിയേറ്ററിക്ക് 35 വർഷമായിട്ട് അറിയാം. എന്റെ വീട്ടിൽ വന്ന് നോക്കിയാൽ അറിയാം, തിയേറ്റർ ബാക്ക് വശം കണ്ടാലറിയാം, മതിൽ കണ്ടാലറിയാം. ആ ബിൽഡിങ്ങിന്റെ തിയേറ്ററിനുള്ളിലത്തെ അവസ്ഥകൾ അറിയാം. അത് കുറച്ച് പെയിന്റ് അടിച്ച് സീലിംഗ് അടിച്ചിട്ട് വെള്ളം പൂശി വെച്ച് കഴിഞ്ഞാൽ കാഴ്ച നല്ലതാ. മേലെന്ന് ആസ്പെറ്റോസ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാ മതി. അടിയിൽ ആൾക്കാരുടെ അപകടമരണം ഉറപ്പാ. അപ്പൊ തിയേറ്ററിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് ബലക്ഷയം പരിശോധിക്കുക, എന്നിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോവാ. ഓക്കെ, ബൈ ബൈ, സീ യു.